ഹായ് ഹലോ മ്യൂസിക് കഫേയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യാൻ പോകുന്നത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഗസ്റ്റാണ്. അപ്പോൾ നമ്മുടെ കൂടെ ഉള്ളവരൊക്കെ കുറച്ച് എക്സൈറ്റഡ് ആണ്, കാരണം ഞങ്ങളൊക്കെ പുള്ളിയുടെ അത്യാവശ്യം നല്ലൊരു ഫാൻ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷത്തോടെ സ്വാഗതം ചെയ്യാം ശ്രീകാന്ത് മുരളി. ശ്രീകാന്ത് ഏട്ടാ, വെൽക്കം ടു മ്യൂസിക് കഫേ. സോ ഒരു വട്ടം കൂടി സിനിമയുടെ വിശേഷം പറയാനായിട്ടാണ് ശ്രീകാന്ത് ഏട്ടൻ ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ സിനിമയിൽ ശ്രീകാന്ത് ഏട്ടൻ്റെ ക്യാരക്ടർ എന്താണ് സിനിമയുടെ പുതിയ വിശേഷങ്ങൾ? ശരിക്കും സിനിമയെക്കുറിച്ച് പറയുമ്പോൾ ഒരു വട്ടം കൂടി എന്നാണ് സിനിമയുടെ ടൈറ്റില്. ശരിക്കും ഈ സിനിമയിലേക്ക് ഞാൻ വരുന്നതിൽ പ്രധാനപ്പെട്ട കാരണം ആ ഒരു കൺസെപ്റ്റ് തന്നെയാണ്. കോളേജ് ലൈഫിലേക്കുള്ള ഓർമ്മകളാണ് ഈ സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട. വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടുന്ന കോളേജ് മേറ്റ്സ്, അത് കണ്ടുമുട്ടാനുള്ള കാരണക്കാരനാവുന്ന ഒരു ഡോക്ടർ, സലിൽ വർമ്മ ഡോക്ടറാണ് എൻ്റെ ക്യാരക്ടർ. അപ്പോൾ അതിൽ എൻ്റെ പേഴ്സണൽ ആയിട്ട് എൻ്റെ ഒരു പിക്ക് എന്താണെന്ന് വെച്ചാൽ, ഞാനും സാബു ജെയിംസ്, ഈ സിനിമയുടെ സംവിധായകനും ഛായാഗ്രാഹകനുമായിട്ടുള്ള സാബുവും ഞാനും ഒരു 90കളുടെ ആദ്യത്തിലൊക്കെ ഞങ്ങളൊന്നിച്ച് ധാരാളം സിനിമകൾ സ്വപ്നം കണ്ടിട്ടുള്ള, കാരണം ഞങ്ങളൊരു നാട്ടുകാരാണ്. അപ്പോൾ ഞങ്ങളൊന്നിച്ചൊരു കോളേജിലാണ് പഠിച്ചത്. അപ്പോൾ പ്രധാനമായിട്ടും എൻ്റെ ഒരു സന്തോഷവും എക്സൈറ്റ്മെൻറ്റും സാബു എന്ന എൻ്റെ കൂട്ടുകാരൻ്റെ ഒരു സമയത്ത് ഒരുമിച്ച് ധാരാളം സിനിമ സ്വപ്നം കണ്ടിടുന്ന സാബു സംവിധാനം ചെയ്യുന്ന സിനിമയിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. അത് അഭിനയിക്കലായിക്കോട്ടെ, മറ്റെന്തെങ്കിലും പ്രവൃത്തി ആയിക്കോട്ടെ, അതാണ് ഒന്നാമത്തെ സന്തോഷം. പിന്നെ രണ്ടാമത്, ഈ സിനിമ കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള എലമെൻറ്റുകളെല്ലാമുള്ള എന്നാൽ വളരെ സീരിയസ് ആയിട്ടുള്ളൊരു വിഷയം ആണ് ഈ ഫിലിം ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞാൽ അത് സ്പോയിലറിലേക്ക് പോകും. എന്തായാലും ഇമോഷണലി നമ്മളെ വല്ലാതെ സ്വാധീനിക്കുന്ന ഒരു വിഷയമാണ് ഈ സിനിമ കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ശ്രീകാന്തിൻ്റെ ക്യാരക്ടർ എന്താണ്? സലിൽ വർമ്മ എന്നാണ്, ഒരു ഡോക്ടറാണ്. ശരിക്കും അദ്ദേഹം ഡോക്ടറാണ്. ഡോക്ടർ എന്ന പ്രൊഫഷനെ വളരെ ഗൗരവമായിട്ട് കാണുന്ന ആളാണ്. അറ്റ് ദി സെയിം ടൈം അദ്ദേഹത്തിന് ഇതിൻ്റെ ഒരു എന്താ പറയുക, ചില ഇവൻറ്റുകളൊക്കെ നടത്തുക, എല്ലാവരെയും ഒന്നിച്ച് കോർഡിനേറ്റ്, ഈസ് എ വണ്ടർഫുൾ കോർഡിനേറ്റർ. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേരുണ്ടാക്കുക, അതിൻ്റെ ഒരു അഭിനമിക്കുന്ന ആൾക്കാരുണ്ടല്ലോ. ഒരു മോദന ഡോക്ടർ, വളരെ ഒതുങ്ങിക്കൂടി ഡോക്ടറുടെ ജോലി മാത്രം ചെയ്യുന്നവരുണ്ട്. നമ്മൾ അവരുടെ അടുത്തേക്ക് നിന്ന് ബോർഡ് വായിക്കുമ്പോഴാണ് അറിയാം അങ്ങനെ ഒരു ആളുണ്ടെന്ന് പോലും. അങ്ങനെയുള്ള ഡോക്ടേഴ്സ് ഉണ്ട്. ഇദ്ദേഹം അങ്ങനെയല്ല, കുറച്ചുകൂടി എൻ്റർപ്രണറാണ്, എൻ്റർപ്രൈസിംഗ് ആണ്, കൂട്ടായ്മകൾ വിശ്വസിക്കുന്ന ആളാണ്. ഇപ്പോൾ ഈ ഒരു ഈവൻറ്റ്, ഈ സിനിമ സംഭവിക്കാനുള്ള പ്രധാന കാരണം പോലും വേണമെങ്കിൽ ഒരു പക്ഷേ ഈ സലിൽ ഡോക്ടറുടെ ഒരു മീറ്റിംഗ് ആണ്. വർഷങ്ങൾക്ക് ശേഷമുള്ള റീയൂണിയൻ എന്ന ഒരു കാര്യവുമായി ബന്ധപ്പെട്ടാണ് ഈ സിനിമയുടെ മുമ്പോട്ടുള്ള പോക്ക്. അതാണ് അയാൾ, അതായത് വെറും ഒരു ഡോക്ടറല്ല, അയാളുടേതായിട്ടുള്ള കൃത്യമായിട്ടുള്ള പ്ലാനുണ്ട്. ഒരു കൃത്യം ചില പദ്ധതികൾ മനസ്സിൽ കണ്ടുകൊണ്ടാണ് അദ്ദേഹം ഈ ഇവൻറ്റ് നടത്തുന്നത്. ധാരാളം ഇവൻറ്റുകൾ ഇതുപോലെ സംഘടിപ്പിച്ചിട്ടുള്ള ആളാണ്. അത്രേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഡയറക്ടർ ചേട്ടൻ്റെ ഭയങ്കര ക്ലോസ് ഫ്രണ്ട് ആയിരുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആണ് അപ്പോൾ നിങ്ങൾ രണ്ടും കൂടെ റിവൈൻഡ് ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു മെമ്മറി പറയും, ഒരു വട്ടം കൂടി സിനിമ കണക്ട് ചെയ്തിട്ട്, ആ സിനിമയുടെ ടൈറ്റിൽ കണക്ട് ചെയ്തിട്ട്? ധാരാളം കഥകളുണ്ട്. അതിങ്ങനെ എനിക്ക് തോന്നുന്നു 1 മണിക്കൂറൊന്നും പോരാ. കാരണം അറിയാലോ, അന്നത്തെ കാലത്ത് ഈ പറയുന്ന ഓൺലൈൻ മാധ്യമങ്ങളോ ഇപ്പോൾ നമ്മളുടെ കയ്യിലെല്ലാം ഫിംഗർ ടിപ്പിലുണ്ട്. അന്ന് നമുക്ക് ഒരു സിനിമ കാണണമെങ്കിൽ, ഒരു നല്ല സിനിമ, വേൾഡ് ക്ലാസിക്സ് കാണണമെങ്കിൽ നമുക്ക് ഏതെങ്കിലും രീതിയിൽ വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഏതെങ്കിലും ഫിലിം സൊസൈറ്റികളിലൊക്കെ പോയി വേണം കാണാൻ, അല്ലെങ്കിൽ ഏതെങ്കിലും ഫിലിം ഫെസ്റ്റിവൽ കാണാം. അപ്പോൾ അന്നൊന്നും 95 സൂര്യയുടെ 100 years of വേൾഡ് ഫിലിംസ് എന്ന ഫിലിം ഫെസ്റ്റ് പോലും എലാബറേറ്റ് ആയിട്ട് ഇവിടെ ഉണ്ടായത്. അതിനുള്ള ഫിലിം ഫെസ്റ്റിനൊക്കെ പോകണമെങ്കിൽ നമ്മൾ ബോംബെക്കും ഒക്കെ പോകേണ്ടി വരും. അപ്പോൾ ആ സാഹചര്യത്തിൽ സിനിമ നമുക്ക് ഒത്തിരി ദൂരെയാണ്, എവിടെയോ ആണ്. ഇന്നങ്ങനെയല്ലോ ഇന്നിപ്പോൾ. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലുള്ള സിനിമാ സ്വപ്നങ്ങളെ കുറിച്ചിട്ട് എനിക്ക് തോന്നുന്നു ആ കാലഘട്ടത്തിൽ ഉള്ള ആൾക്കാർക്ക് ഒരു പക്ഷേ ഞാൻ ഈ പറയുന്നത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ കെമിസ്ട്രി ആയിരുന്നു, സാബു ഫിസിക്സ് ആയിരുന്നു. സാബുവിൻ്റെ അച്ഛൻ ഇംഗ്ലീഷ് പഠനം ഞങ്ങളുടെ പ്രൊഫസറായിരുന്നു. അപ്പോൾ അന്നൊക്കെ ഗ്രാമങ്ങളിൽ നിന്നൊക്കെ സിനിമ സ്വപ്നം കാണുക എന്ന് പറഞ്ഞാൽ അത് സ്വപ്നമായിട്ട് തന്നെ നിൽക്കുക പതിവ്. കാരണം നമുക്ക് നമ്മുടേതായിട്ടുള്ള കൃത്യമായൊരു ധാരണയൊന്നുമില്ല, ഓറിയൻറ്റ് ചെയ്യാൻ നമുക്ക് ആരുമില്ല. നമ്മൾ കാണുന്ന സ്വപ്നങ്ങളൊന്നും ആർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പോൾ ആ സമയത്ത് പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് എൻട്രൻസ് എഴുതുന്ന ഞാനും സാബുവും കൂടെ ഒരുമിച്ചാണ്. സാബുവിന് സെക്കൻഡ് ചാൻസിൽ കിട്ടി, എനിക്ക് സെക്കൻഡ് ചാൻസിലും തേർഡ് ചാൻസിലും കിട്ടിയില്ല. അതോടുകൂടി ഞാൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കുള്ള എഴുത്ത് നിർത്തിയിട്ട് ഞാൻ ശിവപ്രസാദ് എന്ന സംവിധായകൻ്റെ കൂടെ പ്രവർത്തിക്കാൻ ആരംഭിക്കുക ചെയ്തത്. അതിനു മുമ്പ് പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ഞാൻ കെ ജി ജോർജ് സാറിൻ്റെ അടുത്ത് ആഗ്രഹം കൊണ്ട്, പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന 16-17 വയസ്സുള്ളൊരു ചെക്കൻ ജോർജ് സാറിനെ പോയി കാണുന്നു. ജോർജ് സാറിൻ്റെ ഒരു സിനിമയുടെ കൂട്ടത്തിൽ ഒരു 25 ദിവസം പോയി നിൽക്കുന്നു. അങ്ങനെ ആലോചിക്കുമ്പോൾ ഞാൻ സാബുവിനേക്കാൾ കുറച്ച് സീനിയറാണ്. സാബു ആ സമയത്ത് സിനിമയിലേക്ക് എത്തിയിട്ടില്ല. നല്ല ഫോട്ടോഗ്രാഫറായിരുന്നു, നല്ല സ്റ്റിൽ ക്യാമറയൊക്കെ ഉണ്ടായിരുന്ന കയ്യിൽ. ശരിക്കും അത്
അത് ശരിക്കും എനിക്ക് തോന്നുന്നു അത് വേറൊരു സെഷനിൽ നമുക്കിരുന്ന് പറയേണ്ടി വരും. അന്നത്തെ കാലത്തെ എല്ലാവരുടെയും ആ പ്രായത്തിലുള്ള എല്ലാവരുടെയും മനസ്സിൽ കലാപരമായ ഏതെങ്കിലുമൊക്കെ പരിപാടികൾ ആഗ്രഹമുണ്ടെങ്കിലും അതൊക്കെ ഒതുക്കി വെച്ചിട്ടൊരു സ്ഥിരം ടെംപ്ലേറ്റിൽ എഞ്ചിനീയർ ആവുക, ഡോക്ടർ ആവുക, അല്ലെങ്കിൽ ബികോം കഴിഞ്ഞിട്ട് CA പോവുക, അല്ലെങ്കിൽ ഏതെങ്കിലും ബാങ്കിലെ പ്രൊഫഷണൽ ഓഫീസർ ടെസ്റ്റ് എഴുതുക, UPSC ടെസ്റ്റ് എഴുതുക, അല്ലെങ്കിൽ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്യുക തുടങ്ങിയിട്ടുള്ള വളരെ ചെറിയ ലിമിറ്റഡ് ആയിട്ടുള്ള അറിവുകളെ നമുക്കുള്ളൂ. അത്രയൊക്കെ തന്നെ സ്വപ്നങ്ങളും ഉള്ളൂ. ഇന്നത്തെ സാഹചര്യമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പോലും പറ്റില്ല. ഞാൻ ഇന്നത്തെ കുട്ടികൾക്ക് അറിയാം ഏതെല്ലാം രീതിയിലുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ലോകം അവരുടെ വിരൽത്തുമ്പിലാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അന്നത്തെ ഞങ്ങളുടെ സ്വപ്നങ്ങൾക്കെല്ലാം വളരെ വലിയ ഇൻറ്റൻസിറ്റി ഉണ്ട്. അപ്പോൾ ആ ഇൻറ്റൻസിറ്റി അതുപോലെ തന്നെ ഈ ഒരു വട്ടം കൂടി എന്ന സിനിമയിൽ പകർത്താൻ പറ്റി എന്നുള്ളതാണ് നമ്മളുടെ ഒരു സന്തോഷം. ഓക്കെ, അപ്പോൾ ഞാൻ കൂടുതൽ സിനിമയെക്കുറിച്ച് ചോദിച്ചാൽ സ്പോയിലർ ആവുമെന്ന് ചേട്ടൻ തന്നെ പറഞ്ഞല്ലോ. അല്ല, ആ സിനിമയുടെ ടൈറ്റിൽ തന്നെ ഉണ്ട്, അതിന്റെ സ്പോയിലർ എലമെന്റ് ഉണ്ട്. ഒരു വട്ടം കൂടിയൻ ഓർമ്മകൾ മെയ്യുന്ന എന്നൊരു പാട്ടുണ്ട്. എത്രയോ പാട്ടുകൾ വന്നാലും ആ പാട്ട് ഇന്നും മലയാളികൾക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടാണ്. അതിന് കാരണം ആ പാട്ടിന്റെ വരികളോ അല്ലെങ്കിൽ ആ പാട്ടിന്റെ മ്യൂസിക്കോ മാത്രമല്ല, ആ പാട്ടിലൂടെ ആ വരിയിലൂടെ നമ്മളെല്ലാവരും നമ്മുടെ ബാല്യകാലത്തേക്കൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ചില ക്വാളിറ്റീസ്, ചില പ്രത്യേകതകളുള്ള വളരെ കുറച്ച് പാട്ടുകളേ ഉള്ളൂ. അപ്പോൾ ഈ വരിയിൽ തന്നെ ഈവൻ പ്രൊമോഷന് വന്നപ്പോഴും നമ്മുടെ ഇവിടെയുള്ള ക്രൂ ഇത് കണ്ടിട്ട് ആ പാട്ടാണ് പാടിയത്. ഒരു വട്ടം കൂടി ആ പാട്ടോട് പാടുന്നത് ഞാനത് അറിയാം. അപ്പോൾ ഒരു വട്ടം കൂടി എന്ന ടൈറ്റിലിൽ തന്നെ ഈ സിനിമയുടെ മുഴുവൻ കണ്ടന്റ് ഉണ്ട്. അപ്പോൾ അതാണ് ഈ സിനിമയിലേക്ക്, അതുകൊണ്ടാണ് ഇങ്ങനെ ടൈറ്റിൽ കൊടുത്തത്. ഈ സിനിമ ഒരു വട്ടം കൂടി എന്ന് ചിന്തിക്കാത്ത, ഒരു വട്ടം കൂടിയെങ്കിലും എൻ്റെ സ്കൂളിൽ, എൻ്റെ കോളേജിൽ, എൻ്റെ ബാല്യകാല സുഹൃത്തുക്കളുടെ അടുത്ത്, അല്ലെങ്കിൽ ഞാൻ നടന്ന വഴികളിലൂടെ ഒന്നുകൂടി നടക്കാമെന്ന് ആഗ്രഹിക്കാത്ത ഒരു വലിയ മനുഷ്യരുമില്ല ലോകത്ത്. എല്ലാവരോടും നമ്മൾ ഏറ്റവും വലിയ പൊസിഷൻ അലങ്കരിക്കുന്ന ഇന്ത്യൻ പ്രസിഡന്റിനോട് ചോദിച്ചാൽ പോലും അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്തെ പറ്റി പറയാൻ പറഞ്ഞാൽ വാചാലരാകും. അപ്പോൾ അത് മുഴുവൻ പറയാൻ പറ്റില്ല. ഈ സിനിമയ്ക്ക് ഒരു കൃത്യമായൊരു കഥ പറയാനുണ്ട്. അതിനെ അതിലൂടെ നമ്മൾ പറയുന്നത് ഈ വീണ്ടുമുള്ള ഒരു സമാഗമം, വീണ്ടും ഒരു കണ്ടുമുട്ടൽ, അത് തീമാക്കിക്കൊണ്ട് ധാരാളം സിനിമകൾ ഉണ്ടായിട്ടുണ്ട്, ധാരാളം ചെറുകഥകൾ ഉണ്ടായിട്ടുണ്ട്, നോവലുകൾ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെയൊക്കെ കാരണം എന്ന് പറയുന്നത് അതെപ്പോഴും ഒരു ബിസിനസ് പോയിന്റ് ഓഫ് വ്യൂ ഒരു സെല്ലബിൾ മെറ്റീരിയലാണ്. നൊസ്റ്റാൾജിയ എപ്പോഴും സെല്ലബിളാണ്. നമ്മളൊക്കെ നമ്മുടെ ഇൻഹിബിഷൻസ് എല്ലാം മാറി നമ്മൾ ഏത് പൊസിഷനിലാണെങ്കിലും നമ്മുടെ കുട്ടിക്കാലത്തെ ഒരു സുഹൃത്തിനെ കണ്ടാൽ നമ്മുടെ ഇപ്പോഴത്തെ പൊസിഷൻ ഒന്നും എന്താ എന്ന് വിളിക്കുമ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ട്. അത് നമ്മളൊക്കെ പല സമയങ്ങളിൽ അനുഭവിച്ചിട്ടുണ്ട്. ഈ സിനിമയും അത്തരത്തിലുള്ളൊരു വിഷയമാണ് എടുത്തിട്ടുള്ളത്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ സൗന്ദര്യം. നൊസ്റ്റാൾജിയ സെല്ലബിൾ ആണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ശ്രീകാന്ത് ഏട്ടൻ്റെ കുറച്ച് നൊസ്റ്റാൾജിക് കാര്യങ്ങളിലേക്ക് നമുക്ക് പോയാലോ? ഓക്കെ, സോ ശ്രീകാന്ത് ഏട്ടൻ ആദ്യമായിട്ട് അഭിനയിക്കാൻ നമ്മൾ സ്ക്രീനിൽ കാണുന്നത് ആക്ഷൻ ഹീറോ ബിജുവിലാണ് 2016. അപ്പോൾ ഞാനിങ്ങനെ ശ്രീകാന്ത് ഏട്ടൻ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞ് കേട്ടതാണ്, നിവിൻ പോളി ഒരു സിനിമയുടെ കാര്യത്തിന് വേണ്ടി കാണാൻ ചെന്നപ്പോൾ നിവിൻ പോളി സജസ്റ്റ് ചെയ്തിട്ട് ആ സിനിമയിലേക്ക് എത്തിയതാണെന്ന്. സോ ശ്രീകാന്ത് ഏട്ടൻ ഓൾറെഡി അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ടൊക്കെ ഒരുപാട് വർഷങ്ങളായിട്ട് സിനിമയിലുള്ള ഒരാളാണ്. അപ്പോൾ ഒരു സിനിമ കഥ പറയാനായിട്ടൊരു നടനെ അപ്രോച്ച് ചെയ്യുമ്പോൾ, നടൻ സജസ്റ്റ് ചെയ്തിട്ട് നമ്മളൊരു സിനിമയിലേക്ക് എത്തുമ്പോൾ എന്തായിരുന്നു പ്രോസസ്സ്? അല്ലെങ്കിൽ എങ്ങനെ അവർ അപ്രോച്ച് ചെയ്തത് എങ്ങനെയായിരുന്നു? അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സ് എങ്ങനെയായിരുന്നു? വളരെ നല്ല ചോദ്യമാണ് ശ്രീനിധി ചോദിച്ചത്. സിനിമയുടെ ഏറ്റവും വലിയ മാജിക് അതാണ്. നമ്മൾ എന്തൊക്കെ പ്രീ പ്രൊഡക്ഷൻ പ്ലാൻ ചെയ്താലും, പ്രീ പ്രൊഡക്ഷൻ എന്നുള്ള വാക്ക് ഇപ്പോൾ വളരെ എല്ലാവർക്കും അറിയാവുന്ന വാക്കാണ്. സിനിമയ്ക്ക് മുമ്പ് നമ്മൾ എടുക്കുന്ന ചില തയ്യാറെടുപ്പുകളുണ്ട്. ആ തയ്യാറെടുപ്പുകൾ എന്ത് തന്നെ ആയാലും നമുക്ക് ആക്ഷൻ്റെയും കട്ടിൻ്റെയും ഇടയ്ക്ക് കിട്ടുന്നത് മാത്രമാണ് സിനിമ. അതിന് സ്പിൽബർഗ് ചെയ്യുന്ന സിനിമയ്ക്കും ക്രിസ്റ്റഫർ നോളൻ ചെയ്യുന്ന സിനിമയ്ക്കും സാബു ജെയിംസ് ചെയ്യുന്ന സിനിമയ്ക്കൊക്കെ ആ ഒരു എന്താ പറയുക അൺസർട്ടനിറ്റി ഉണ്ട്. ഞാനന്ന് ആക്ഷൻ ഹീറോ ബിജുവിൻ്റെ സെറ്റിൽ ശരിക്കും ശ്രീനിധി കേട്ടത് ശരിയാണ്. ഞാൻ ഇതിനു മുമ്പ് പല ഇൻ്റർവ്യൂസിലും പറഞ്ഞിട്ടുണ്ട്, ധാരാളം പേർ സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹിച്ച് കോടാനുകോടി ജനങ്ങൾ, ആർക്കും അല്ലേ, നമുക്ക് എല്ലാവർക്കും ആരോട് ചോദിച്ചാലും സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹമില്ലാത്ത ആൾക്കാരുണ്ട്. ഞാനും അതുപോലെ ഒരു ദിവസം വിനീത് ശ്രീനിവാസനോടാണ് ഞാൻ കഥ പറഞ്ഞത്. മലയാളത്തിലെ ഏതാണ്ട് എല്ലാ മൂക്കായോടും ലാൽ സാറിനോടും എല്ലാവരോടും കഥ പറഞ്ഞ ആളാണ് ഞാൻ. എനിക്ക് ഡേറ്റ് കിട്ടിയത് വിനീത് ശ്രീനിവാസൻ്റെതാണ്. വിനീതിനോട് 2-3 കഥ പറഞ്ഞതിൽ ഒരു കഥ വിനീതിന് വളരെ ഇഷ്ടമാവുകയും വിനീത് അത് നിവിനോട് പറയുകയും നിവിനോട് ആ കഥ എന്നോട് പറയുകയും ചെയ്ത് ഞാൻ നിവിനോട് കഥ പറയാൻ പോയതാണ്. അപ്പോൾ ശരിക്കും അവിടെ ലൈറ്റൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്, ഡേ ലൈറ്റിലാണ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് ലൈറ്റ് പോകുന്ന സാഹചര്യത്തിൽ ഓപ്പോസിറ്റ് അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ആളുടെ പെർഫോമൻസിൽ സംവിധായകൻ തൃപ്തിയാവാതിരിക്കുന്ന സമയത്ത് ഞാനവിടെ ചെന്ന് പെടുന്നു. അപ്പോൾ എന്നെ കാണുമ്പോൾ പെട്ടെന്ന് ഒരുപക്ഷെ ഇദ്ദേഹം ഓക്കെ ആവാം എന്നതുകൊണ്ട് എന്നെ അവിടെ പിടിച്ചിരുന്നു. നമ്മുടെ ജോജു
അതിൽ പോലീസുകാരനായിട്ട് അഭിനയിക്കുന്ന അറിയാം. ജോജുവിൻ്റെ വളരെ ഏറ്റവും ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് ആണ് മിനിമം എന്ന ക്യാരക്ടർ. അപ്പോൾ ജോജുവിനും ഞാനും നമ്മൾ വളരെ എത്രയോ കാലമായിട്ടുള്ള സുഹൃത്ത് ബന്ധമുണ്ട്. ജോജുവിൻ്റെ 90കളിലൊക്കെ എനിക്ക് ജോജുവിനെ അറിയാം. ജോജു മറ്റേ സിനിമയിൽ അഭിനയം തുടങ്ങുന്ന കാലം തൊട്ട് ഞങ്ങളിങ്ങനെ അങ്ങോട്ടും ഇരുന്ന് സ്വപ്നം കാണാറില്ല. അപ്പോൾ ജോജു ആ സ്വാതന്ത്ര്യം കൊണ്ട് അതിനു മുമ്പ് വേറെ ഏതോ ഫിലിപ്സ്ന്നോ അലക്സ് എന്നോ മറ്റെയാണ് എൻ്റെ അഡ്വക്കേറ്റിൻ്റെ ക്യാരക്ടർ, അഡ്വക്കേറ്റ് അലക്സ് ഒരു പേരുണ്ടോ, ഫിലിപ്പ് എന്ന് അങ്ങനെ എന്താ പേരിട്ടിരുന്നത്. പക്ഷെ ഞാൻ ചെല്ലുമ്പോൾ ഞാൻ ഷോട്ടിലേക്ക് കയറുമ്പോഴാണ് ജയകൃഷ്ണൻ അത് മതി എന്ന് പറഞ്ഞ എൻ്റെ പേര് വരെ, അതാണ് സിനിമയുടെ അത്ഭുതം. ഞാൻ ഷോട്ടിനിരിക്കുന്നത് തൊട്ട് മുമ്പ് തന്നെ അഡ്വക്കേറ്റ് ജയകൃഷ്ണൻ എന്ന് പറഞ്ഞു. എന്നെ കാണുമ്പോൾ ഒരു ജയകൃഷ്ണൻ എന്നുള്ള പേരിടാൻ പറ്റുന്ന ഒരാളായിട്ട് തോന്നിയുകൊണ്ടാണ് അങ്ങനെയാണത് സംഭവിച്ചത്. അപ്പോൾ അവിടെ അത് സംഭവിക്കാനുള്ള, അപ്പോൾ അത് നന്നായി. അത് 2 സീനിലേ ഞാനുള്ളൂ. അവിടെ എനിക്ക് മനസ്സിലാവുന്നത് ഞാൻ എത്രയോ നാൾ സിനിമയുടെ പിന്നിലിരിക്കുകയും ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനും ശ്രമിച്ചത് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന പ്രിയദർശൻ സാറും എനിക്ക് ജോലി പറഞ്ഞു തന്ന ആൾക്കാരുണ്ട്, ധാരാളം പേരുണ്ട്. അവർക്കാണ് അതിൻ്റെ ക്രെഡിറ്റ്. കാരണം അവരെനിക്ക് പറഞ്ഞു തന്ന ടെക്നിക്കാലിറ്റീസ് എനിക്ക് കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്താൻ പറ്റി. ക്യാമറയുടെ മുമ്പിലിരിക്കുമ്പോൾ എങ്ങനെ ബിഹേവ് ചെയ്യണം, ആക്ഷൻ്റെയും കട്ടിൻ്റെയും ഇടയിൽ എന്തൊക്കെ പറയണം, ലെൻസിന് വേണ്ടി എങ്ങനെ അഭിനയിക്കണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഒരു പ്രത്യേക രീതിയിൽ ഇപ്പോഴും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക. അത് തീരുന്നില്ല, അതൊരു പ്രോസസ്സാണ്, കണ്ടിന്യൂസ് പ്രോസസ്സാണ്. അപ്പോൾ അന്നത്തെ ഒരു ധാരണയിൽ എനിക്ക് ഞാൻ വളരെ പ്രിവിലേജാണ് ആ കാര്യത്തിൽ. പലപ്പോഴും പെർഫോം ചെയ്യുന്നവർക്കോട് ചോദിക്കുമ്പോൾ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത് സിനിമയ്ക്ക് വേണ്ടി അഭിനയിക്കുക എന്നുള്ളതാണ്. അഭിനയിക്കൽ ഒരു പക്ഷേ നമുക്ക് പറ്റും, പക്ഷേ ക്യാമറയുടെ മുമ്പിൽ ഈ ലൈറ്റുകളെല്ലാം ഓൺ ചെയ്തിരിക്കുമ്പോൾ ഒരു സംവിധായകൻ എത്രയോ നാൾ മുമ്പ് മനസ്സിൽ കണക്കാക്കിയ കരുതി കൂട്ടി വച്ചിരുന്നൊരു കഥാപാത്രമായിട്ട് മാറൽ, ഈ ആക്ഷൻ്റെയും കട്ടിൻ്റെ ഇടയ്ക്കിൽ ചെയ്യലാണ് സിനിമാക്കാരൻ്റെ ഏറ്റവും വലിയ, അഭിനേതാവിൻ്റെ ഏറ്റവും വലിയ വെല്ലുവിളി. ബാക്കി എല്ലാ ജോലികളും നമുക്ക് ചെയ്യാം, പക്ഷേ ക്യാമറ ഓൺ ആയി കഴിയുമ്പോൾ നമ്മളെ ക്യാമറയുടെ മുമ്പിലേക്ക് തള്ളിവിട്ടിട്ട് ബാക്കി എല്ലാ ആൾക്കാരും മാറിയിട്ട് നമ്മളിൽ മാത്രം വിശ്വസിച്ച് നിൽക്കുന്നൊരു സമയമുണ്ട്. അതൊക്കെ ആലോചിക്കുമ്പോൾ നമുക്ക് കൈകാലം മറിക്കും. പക്ഷെ ആ വിറ കുറഞ്ഞതിന് കാരണം, അല്ലെങ്കിൽ അത് ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുന്നിടത്താണ് ഒരു നടൻ നിലനിൽക്കുന്നത്. അപ്പോൾ ചേട്ടൻ ഇപ്പോൾ പറഞ്ഞല്ലോ, അതായത് വിനീത് ശ്രീനിവാസനെയാണ് അപ്രോച്ച് ചെയ്തപ്പോൾ വിനീതേട്ടനാണ് സിനിമ എബി സിനിമയിലേക്ക്, എബി സിനിമയുടെ കഥയല്ലേ പറഞ്ഞത്? അല്ലല്ല, വേറെ സിനിമയുടെ കഥയാണ് പറഞ്ഞത്. വിനീത് ശ്രീനിവാസൻ കണക്ട് ചെയ്തപ്പോൾ ഞാൻ അത് വേറൊരു സിനിമ, ആ സിനിമ നടന്നില്ല. ആ സിനിമയുടെ കഥ എനിക്ക് പറയാൻ പറ്റില്ല. ഓക്കെ. അപ്പോൾ പറഞ്ഞല്ലോ, അപ്പോൾ ഞങ്ങൾ വിശ്വസിച്ചിരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇപ്പം ഈ കഥ പറഞ്ഞപ്പോഴാണ് ഇതിന് ഇങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെന്ന് അറിഞ്ഞത്. അതുവരെ ഞങ്ങൾ വിശ്വസിച്ചിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിയദർശൻ സാറിൻ്റെ അസിസ്റ്റന്റ് അല്ലെങ്കിൽ KJ ജോർജ് സാറിൻ്റെ ഒക്കെ അസിസ്റ്റന്റ് ആയിട്ട് നിന്ന ഒരാൾക്ക് ഒരു നടൻ്റെ അടുക്കെ കഥ പറയാൻ ചെല്ലുക എന്നുള്ളത് അത്ര പ്രയാസകരമല്ലാത്ത കാര്യമായിട്ടാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. അതൊരു പ്രിയദർശൻ സാറിന്റെ കൂടെ വർക്ക് ചെയ്തു എന്നുള്ളത് ഒരു വൈൽഡ് കാർഡ് എൻട്രി ആയിട്ടാണ് നമ്മൾ വിചാരിച്ചിട്ടുണ്ട്. അങ്ങനെയൊന്നുമില്ല വെച്ചാൽ തീർച്ചയായിട്ടും അതിനൊക്കെ ലിമിറ്റ് ഉണ്ടല്ലോ. ഇപ്പോൾ നമ്മളൊരു അതൊക്കെ ഒരു തരം പ്രൊമോഷൻസ് കിട്ടുന്ന പോലെ അല്ലേ, നമുക്കൊരു ബാക്കപ്പ് പോലെ നമുക്ക് സൂക്ഷിക്കാവുന്ന കാര്യങ്ങളാണ്. അടിസ്ഥാനപരമായിട്ട് നമ്മളെന്ത് ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് പ്രധാനം. അതിനെവിടെയായാലും ചില പ്രിവിലേജസ് നമുക്ക് കിട്ടുന്നില്ലെന്ന് ഞാൻ പറയുന്നില്ല. തീർച്ചയായിട്ടും എനിക്കും ആ പ്രിവിലേജ് ഉണ്ടായിട്ടുണ്ട്. പ്രിയനങ്കിളിൻ്റെ കൂടെ വർക്ക് ചെയ്ത ആളെന്ന നിലയ്ക്കാണ് ഞാൻ വിനീതിനെ ആദ്യം പരിചയപ്പെടുന്നത്. അങ്ങനെയൊക്കെ ശ്രീനേട്ടനും ചന്ദ്രലേഖ മുതലുള്ള പരിചയമുണ്ട്. അപ്പോൾ എനിക്ക് വിനീതിലേക്കുള്ള എത്തൽ ഒരുപക്ഷെ ഈസി ആയിരുന്നു. കസവിൻ്റെ തട്ടുപാട്ട് എന്ന പാട്ടാണ് വിനീതിൻ്റെ ഏറ്റവും ആദ്യ പാട്ട്. ആ പാട്ടിൻ്റെ റെക്കോർഡിങ്ങിന് ഞാനും പോയിട്ടുണ്ട് വിനീതിന്. ഇപ്പോൾ കിളിച്ചുണ്ട മാമ്പഴം എന്ന സിനിമയിൽ ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറാണ്. അപ്പോൾ അങ്ങനെ ചില പ്രിവിലേജ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ സിനിമയിലേക്ക് എത്തുമ്പോഴേക്കും അതിനൊന്നും പ്രസക്തിയില്ല. അല്ലെങ്കിൽ പ്രസക്തി വരുന്നത് നമ്മുടെ ഒരു പരിപാടി അവതരിപ്പിക്കുന്നത് വരെ, ആ ഒരു എൻട്രി വരെ നമുക്ക് കിട്ടും. അതിനുശേഷം നമ്മളുടെ വർക്ക് തന്നെയാണ് നമുക്ക് വേണ്ടി സംസാരിക്കുന്നത്. ചേട്ടൻ ഒരുപാട് ഇൻ്റർവ്യൂസിൽ ഭയങ്കര പ്രൗഡായിട്ട് പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട് പ്രിയദർശൻ സാറിൻ്റെ അസിസ്റ്റൻ്റ് ആയിരുന്നു എന്ന്. അപ്പോൾ പ്രിയദർശൻ സാർ എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഹ്യൂജ് സെറ്റ് ഓഫ് ഫാൻ ബേസ്, അതായത് നമ്മളിങ്ങനെ റിവൈൻഡ് ചെയ്ത് റിപ്പീറ്റഡ്ലി നമ്മൾ കാണുന്ന സിനിമകളാണ് പ്രിയദർശൻ സാർ എടുത്ത് വെച്ചിരിക്കുന്നത് തന്നെ റിപ്പീറ്റഡ്ലി. അപ്പോൾ വാട്ട് ഈസ് സോ പെക്യുലിയർ ബീങ് വിത്ത് പ്രിയദർശൻ? ബേസിക്കലി അദ്ദേഹം ഒരു എഴുത്തുകാരനാണ്. തിരക്കഥാകൃത്തായിട്ടാണ് അദ്ദേഹം തുടങ്ങിയത്. 6ഓളം തിരക്കഥകൾ സക്സസ്ഫുൾ ആയതിനു ശേഷമാണ് അദ്ദേഹം സംവിധാനത്തേക്ക് തിരിയുന്നത്. അപ്പോൾ ഏറ്റവും പ്രധാനം വിഷ്വലൈസേഷൻ എന്നതിന് അത് ഒരു ഭാഷയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അത് എഴുതി നോക്കുമ്പോൾ അറിയാം. അപ്പോൾ പിന്നെ സാധാരണ എഴുത്തും തിരക്കഥ എഴുതലും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. ഒരു നോവൽ എഴുതുന്നതോ ഒരു കഥ എഴുതുന്നതോ കവിത എഴുതുന്നതോ പോലെ അല്ല. സിനിമയിൽ അവന് വയറുവേദനയായിരുന്നു എന്ന് എഴുതി വെക്കാൻ പറ്റില്ല. മനസ്സിലായില്ലേ? അപ്പോൾ അതിനൊരു ടെക്നിക്കൽ ആസ്പെക്ട്സ് കൂടി വരുമ്പോഴാണ് ഒരു മുഴുവൻ തിരക്കഥയാവുക. അതിൻ്റെ ബ്രില്യൻസി എന്ന് പറയുന്നത് അത് തീർച്ചയായും അതിനൊരു തഴക്കമുണ്ടാവൽ വളരെ അത്യാവശ്യമാണ്. പിന്നെ ഫിലിം മേക്കിങ്ങിൽ നമുക്ക് എക്യുപ്മെൻറ്റ്സ് എല്ലാവർക്കും എക്യുപ്മെൻറ്റ്സ് എല്ലാം അവൈലബിൾ ആണ്.
എല്ലാ എക്യുപ്മെൻറ്റ്സും അവൈലബിൾ ആണ്. പക്ഷേ അതെങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് തീർച്ചയായും കഥ പറച്ചിലിൻ്റെ അതാണ് അടുത്ത സ്റ്റേജ്. അപ്പോൾ എഴുത്തവിടെ തീരുന്നു, അവിടെയാണ് സിനിമ തുടങ്ങുക. ഒരാൾ എഴുതി വെച്ചതിനെ സിനിമയാക്കുമ്പോൾ എഴുത്ത് തീർന്നു, എഴുത്ത് ശുഭം എന്ന് എഴുതി അവസാനിപ്പിച്ച് വച്ചാൽ അവിടുന്നാണ് സിനിമ തുടങ്ങുക. പിന്നീടാണ് സിനിമയുടെ വിഷ്വലൈസേഷൻ എന്ന പരിപാടി വരിക. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള സാങ്കേതികമായിട്ടുള്ള അറിവ് നമുക്കിപ്പം സാബു പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട്, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച് വന്ന ആളാണ്. പ്രിയൻ സാർ അങ്ങനെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച ആളല്ല. അപ്പോൾ സ്വന്തം ഫ്രെയിമുകളും സ്വന്തം കാഴ്ചകളും സ്വന്തം കൺവിക്ഷൻസുമാണ് അങ്ങോട്ട് എത്തുക. അപ്പോൾ അതാണ് ഞാൻ കണ്ട പ്രിയദർശൻ സാറിൻ്റെ ഏറ്റവും വലിയ അദ്ദേഹത്തിൻ്റെ ഷോട്ടുകളും. പിന്നെ അന്നത്തെ കാലത്ത് ഫിലിമിലാണ് ഷൂട്ട് ചെയ്തിരുന്നത്. നമ്മളിത് പറയാൻ തുടങ്ങിയ കുറേ സമയം എടുക്കും, ഞാൻ പെട്ടെന്ന് പറഞ്ഞു വയ്ക്കാം. ഫിലിമിലാണ് ഷൂട്ട് ചെയ്തത്. അപ്പോൾ ഒരു റോൾ ഫിലിമിന് ശരിക്കും ഫിലിം മാറി ഡിജിറ്റൽ ആവുന്ന സമയത്ത് സാബുവിന് അറിയാം, ഒരു 11,000 to 12,000 റുപ്പീസൊക്കെ ഉണ്ട് ഒരു റോൾ ഫിലിമിന്. 400 അടി 4.25 മിനിറ്റിന് നമ്മൾ 15,000 രൂപ കൊടുക്കേണ്ട സമയത്താണ് ഇവിടെ ഫിലിം മാറിയിട്ട് ഡിജിറ്റലിലേക്ക് വന്നത്. തിരിച്ചത് മാറിയിട്ട് ഇപ്പോൾ ക്രിസ്റ്റഫർ നോളൻ ഓപ്പൺഹൈമറിൽ തിരിച്ചും ഫിലിമിലേക്ക് എത്തി. 5 പെർഫറേഷൻ എന്ന് പറയുന്ന സംഭവം 15 പെർഫറേഷൻ ആക്കിയിട്ട് സിനിമ ഇപ്പോൾ എല്ലാവരും വിർച്വലായിട്ടിരിക്കുന്നു. ഞാൻ ഉണ്ടാക്കിയ സിനിമ കാണണമെങ്കിൽ ഞാൻ എവിടെ പോയി അന്വേഷിക്കുമെന്ന ചോദ്യം ഉണ്ടാവും നാളെ. അവിടെയാണ് ഫിലിമിൽ തന്നെ സിനിമ വേണം തീരുമാനിച്ച ക്രിസ്റ്റഫർ തിരിച്ചൊരു സർക്കിൾ പൂർത്തിയാക്കി തിരിച്ച് സിനിമ ഫിലിമിലേക്ക് തന്നെ എത്തി. അപ്പം ഇവർ സിനിമ ഉണ്ടാക്കി, മുതിർന്ന സംവിധായകർ സിനിമയുണ്ടാക്കി. പുതിയ പിള്ളേരൊക്കെ മനസ്സിലാക്കണം, ഞാൻ പിള്ളേരെന്ന് പറഞ്ഞാൽ എനിക്ക് 51 വയസ്സുള്ളതുകൊണ്ട് പിള്ളേർന്ന് വിളിക്കാതെ. പുതിയ പിള്ളേരൊക്കെ മനസ്സിലാക്കേണ്ടത് അന്ന് ഫിലിമിന് ഒരു റോൾ ഫിലിമിന് ഒരടി ഫിലിമിന് വാല്യൂ ഉണ്ട്. അപ്പോൾ ഷൂട്ട് ചെയ്യുമ്പോൾ ക്യാമറാമാനും ആർട്ട് ഡയറക്ടറും ഫിലിമിൻ്റെ ഡയറക്ടറും പ്രൊഡ്യൂസറും എല്ലാവരും ആ കറന്ന് കറങ്ങുമ്പോൾ ആ ഓരോ ഫ്രെയിമിനും വിലയുണ്ട്, ഒരു വാല്യൂ ഉണ്ട്. നമ്മൾ ഷൂ സ്ട്രിങ് ബഡ്ജറ്റിൽ ചെറിയ സിനിമകളാണ്. മലയാളം എന്ന് പറയുന്ന ലാംഗ്വേജ് വളരെ ചെറിയ സംസ്ഥാനം, വളരെ ചെറിയ മാർക്കറ്റാണ്. അപ്പോൾ നമ്മൾ ഓരോന്നും ചെയ്യുമ്പോൾ ആലോചിക്കണം. അപ്പോൾ ഷൂ സ്ട്രിങ് ബഡ്ജറ്റിൽ ഓരോ ഫ്രെയിമിനും വാല്യൂ എന്തെന്ന് അറിഞ്ഞിട്ടാണ് ഇവർ ഷൂട്ട് ചെയ്തിരുന്നത്. അപ്പോൾ ഉത്തരവാദിത്വം അഭിനയിക്കുന്ന ആൾക്കും വേണം. അപ്പം പ്രേംനസീർ സാറിൻ്റെയൊക്കെ ഇൻ്റർവ്യൂസ് കണ്ടാൽ എനിക്കത് മനസ്സിലാവും. ആ സിനിമ ഞാൻ 8,000 അടി അഭിനയിച്ചു. മറ്റേ സിനിമ ഞാൻ 6,000 അടി കഴിഞ്ഞപ്പോഴത്തേക്കും വേറെ പടത്തിന് എന്നെ വിളിച്ചപ്പോൾ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല, 1 വർഷം കഴിഞ്ഞാൽ കംപ്ലീറ്റ് എന്ന് പറയും. ഈ 6,000-8,000 അടികൾ എന്ന് അവർ പറയുക. കാരണം ആ 8,000 അടിക്ക് വിലയുണ്ട്. ഒരു സിനിമയിൽ അഭിനയിക്കുമ്പോൾ 6 ടേക്ക് 7 ടേക്ക് പോയാൽ അടുത്ത സിനിമയിലേക്ക് ആക്കി ചാൻസ് കിട്ടില്ല അഭിനയിക്കുന്ന ആൾക്ക്. ചിലപ്പോൾ സംവിധായകനും ചാൻസ് കുറയും. കാരണം നടനെ പറ്റി പറയുന്ന അവൻ ഫിലിം തിന്നുന്നാണ് പറയുന്നത്. ഞാൻ പറയാൻ ശ്രമിക്കുന്നത് എന്താ വെച്ചാൽ 28 ദിവസം കൊണ്ട് തീർത്ത സിനിമയാണ് തേന്മാവൻ കൊമ്പത്ത്. ആ സിനിമയ്ക്ക് 7 അവാർഡാണ് കിട്ടിയത്. 18-20 ദിവസം കൊണ്ട് തീർത്ത സിനിമയാണ് താളവട്ടം എന്ന സിനിമ. ഇന്ന് നമുക്ക് 50 ദിവസവും 60 ദിവസം കൊണ്ടാണ് സിനിമ തീരുന്നത്. ഇന്ന് നമുക്ക് സൗകര്യങ്ങൾ കൂടി, ടെക്നോളജി വളരെയധികം അഡ്വാൻസ്ഡ് ആയി. പക്ഷേ ഇപ്പോഴും അവരുടെ കൂടെ സിനിമ ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്, അല്ലെങ്കിൽ നാളെ ഞാൻ ഒരു സിനിമ സംവിധാനം ചെയ്തല്ലോ, ആ സിനിമയിൽ ഡിജിറ്റൽ ക്യാമറ എനിക്ക് കിട്ടി. ഞാൻ ഡിജിറ്റൽ ക്യാമറയിലാണ് ഷൂട്ട് ചെയ്തത്. ആര്യയുടെ അലക്സ ക്യാമറയുടെ ഞാൻ ഷൂട്ട് ചെയ്തത്. അപ്പോൾ പക്ഷേ എനിക്ക് കിട്ടിയത്, അല്ലെങ്കിൽ ഞാൻ ഇനി അങ്ങോട്ടായാലും ഞാനും എൻ്റെ സ്കൂളിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ സിനിമ ചെയ്യുമ്പോഴായാലും ഞങ്ങൾ ശ്രദ്ധിക്കാറ് വേണ്ടത് മാത്രം എടുക്കുക എന്ന് പറയുന്ന പരിപാടി. പഞ്ചൗട്ട് എന്ന് പറയുന്നത് 12 ഷോട്ട് ഉണ്ടെങ്കിൽ ആ 12 ഷോട്ടുകൾ തന്നെ കൃത്യമായി ഷൂട്ട് ചെയ്യാനാണ് നമ്മൾ തീരുമാനിക്കുന്നത്. ഇപ്പോഴത്തെ സിനിമ മേക്കിങ്ങിൽ പ്രിവിലേജ്ഡാണ്. ഞാനിത് പറയുന്നത് സത്യസന്ധമായ കാര്യമാണ്. അപ്പോൾ നമുക്കൊരു ഫ്രെയിം വെച്ചാൽ നമുക്ക് സിനിമ എല്ലാ ആംഗിളിലും ഒരു സീൻ മുഴുവനായും ഷൂട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കാം. എന്നിട്ട് ആവശ്യമുള്ളത് മാത്രം എടുത്ത് കട്ട് ചെയ്ത് ചേർക്കാം. അതല്ല പ്രിയദർശൻ സാറിൻ്റെ ശൈലി. അത് അദ്ദേഹത്തിൻ്റെ മാത്രമല്ല, മണിരത്നം സാറിൻ്റെ എടുത്താലും സിബി മലയിൽ സാറിൻ്റെ എടുത്താലും ജോഷി സാറിൻ്റെ എടുത്താലും ആ കാലഘട്ടത്തിലെ മാസ്റ്റേഴ്സായിട്ട് ഫിലിം മേക്കേഴ്സ് എല്ലാം ഇപ്പോഴും സിനിമ ചെയ്യുന്നത് അങ്ങനെയാണ്. ഷോട്ട് നമ്പർ 3 ആണെങ്കിൽ ഷോട്ട് നമ്പർ 3ക്ക് ഷോട്ട് നമ്പർ 2ൻ്റെ എൻഡ് ക്യൂവും ഷോട്ട് നമ്പർ 4ൻ്റെ ബിഗിനിങ് ക്യൂവും മാത്രം വെച്ച് കറക്റ്റ് ഷോട്ട് നമ്പർ 3 മാത്രമേ അവരെടുക്കുകയുള്ളൂ. അവരുടെ എഡിറ്റിൽ അവർ കട്ട് അല്ലെങ്കിൽ സ്റ്റാർട്ട് എന്ന് പറഞ്ഞാൽ ക്യാമറയുടെ ആക്ഷൻ എന്ന് പറഞ്ഞാൽ ആക്ഷൻ്റെ എൻഡിലെ പഞ്ചിൻ കറക്റ്റ് ഷോട്ടിൻ്റെ ബിഗിനിങ് ആയിരിക്കും. കട്ടിന് തൊട്ട് മുമ്പ് കട്ട് ചെയ്യാം. നമ്മൾ അത് തന്നെ എഡിറ്റ് ചെയ്ത് വെച്ചാൽ തന്നെ ഏറെക്കുറെ എഡിറ്റിംഗ് ആയി, പിന്നെ ട്രിമ്മിങ്ങിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ ദാറ്റ് വാസ് എ വണ്ടർഫുൾ എക്സ്പീരിയൻസ് ഫോർ മീ. തന്നെയല്ല ഇപ്പോഴും ബോംബെ ഹിന്ദി ഫിലിം ഇൻഡസ്ട്രിയിൽ എത്രയോ സിനിമകൾ 10-40ഓളം സിനിമകൾ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റിയതിന് കാരണവും ഈ 1.5 വർഷം കൊണ്ട് തീരേണ്ട സിനിമയെ 50 ദിവസം കൊണ്ടും 55 ദിവസം കൊണ്ടും സൽമാൻ ഖാനെ കൊണ്ടും അക്ഷയ് കുമാറിനെ കൊണ്ടും ഷാറൂഖ് ഖാനെ കൊണ്ടൊക്കെ അഭിനയിപ്പിച്ച് സിനിമ ഫുൾ പ്രൊഡക്ഷൻ തീർത്ത് ഒരു 6 മാസം കൊണ്ടൊക്കെ സിനിമ തീർത്ത് റിലീസ് എത്തിക്കാൻ പറ്റുക എന്ന് പറയുന്ന സംഭവമുണ്ടല്ലോ. നമ്മുടെ കമ്മിറ്റ്മെൻറ്റ് എപ്പോഴും പ്രൊഡ്യൂസർക്ക് വേണ്ടി കൂടിയാണ് നമ്മൾ ചെയ്യുന്നത്. ഫിലിം ഇസ് ആഫ്റ്റർ ഓൾ എ ബിസിനസ്. എൻ്റെ ക്രിയേറ്റിവിറ്റി മറ്റേ ഉഗാണ്ടയിൽ ഉണ്ടമ്പോഴേക്ക് പറഞ്ഞതേ ഉള്ളൂ. മറിച്ച് സിനിമ ഒരു ബിസിനസ്സാണ്. അപ്പോൾ ആ ബിസിനസ്സായിട്ട് കാണാനാണ് നമ്മൾ ശ്രമിക്കേണ്ടതെന്നുള്ള പാഠമാണ് ഞാൻ പ്രിയദർശൻ എന്ന സംവിധായകനിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത്. ആ കാലഘട്ടത്തിലുള്ള എല്ലാ സംവിധായകർക്കും ഇത്തരത്തിലാണ് അവരുടെ ഫിലിം മേക്കിംഗ്. ഓരോ ഫ്രെയിമിനും അവർ വാല്യൂ കൊടുക്കുന്നുണ്ട്. ഇന്നിപ്പോൾ നമുക്ക് ഡിജിറ്റൽ ആയതുകൊണ്ട് 3 ക്യാമറയും 4 ക്യാമറയൊക്കെ വെച്ച് ഷൂട്ട് ചെയ്യുന്നുണ്ട്.
അത് ഞാൻ കുറ്റപ്പെടുത്തുകയല്ല, നമുക്ക് ഇപ്പോൾ കിട്ടുന്ന ടെക്നോളജി നമ്മൾ ഉപയോഗപ്പെടുത്തണം. പക്ഷേ അതിനെ ഏറ്റവും ഭംഗിയായി ഏറ്റവും എഫക്റ്റീവായിട്ട് അതിനെ ഉപയോഗിക്കുന്ന ഒരു സ്കൂളിലാണ് ഞാൻ ഉണ്ടായിരുന്നത്. അപ്പോൾ അത് നല്ലതാണ്. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ആർക്കും സിനിമ ചെയ്യാമെന്നൊരു അഭിപ്രായം എനിക്കില്ല. സിനിമയ്ക്ക് ബേസിക് ആയിട്ടുള്ള ചില ഗ്രാമറൊക്കെ ഉണ്ട്, ലെഫ്റ്റും റൈറ്റും ഇമാജിനറിയും 180 360 ഒക്കെ ഉണ്ട്. അതൊക്കെ മനസ്സിലാക്കിയിട്ട് സിനിമ ചെയ്യാൻ പോയാൽ ഈ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല. അത് അങ്ങനെ ആകുമ്പോഴത്തെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഈ വൺ ടൈം പ്രൊഡ്യൂസർ വൺ ടൈം ഡയറക്ടർ എന്നുള്ള പരിപാടി മാറും. സിനിമയിൽ നിൽക്കാൻ പറ്റും. ഇതിനെ ഒരു എൻ്റർടൈൻമെൻറ്റ് ബിസിനസ്സായിട്ടാണ് ഇപ്പോഴും സർക്കാർ കാണുന്നത്. ഇതിനൊരു പ്രൊഫഷനായി കാണുന്നില്ല. സിനിമ ഒരു പ്രൊഫഷനാണ്, സിനിമ ഒരു വ്യവസായമാണ്, ഇൻഡസ്ട്രിയാണ്. ഏറ്റവും കൂടുതൽ ടാക്സ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് സിനിമ പ്രവർത്തകരാണ്. സിനിമയിലെ ഓരോ പ്രവർത്തകരും GSTയും TDS അടക്കം ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കുന്ന വ്യവസായമാണ് സിനിമ. പക്ഷേ ഇപ്പോഴും നമ്മുടെ സർക്കാർ സിനിമ ഇൻഡസ്ട്രി ആക്കിയിട്ടില്ല. ഏതെങ്കിലും ബാങ്കിൽ നിന്ന് നമ്മുടെ ബാങ്ക് അക്കൗണ്ടും അതിൻ്റെ ട്രാൻസാക്ഷൻസൊക്കെ കണ്ടിട്ട് പല ഇൻ്റർനാഷണൽ ബാങ്കുകളൊക്കെ നമ്മളെ വിളിച്ചിട്ട് സാർ ലോൺ ഉണ്ടെന്ന് പറയും. എന്താണ് പ്രൊഫഷൻ എന്ന് ചോദിക്കുമ്പോൾ സിനിമയാണെന്ന് പറഞ്ഞാൽ ശരി സാർ എന്നിട്ട് കട്ട് ചെയ്യാറ് പതിവ് അല്ലേ? എല്ലാവർക്കും ആ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ ഇതിനെയൊക്കെ മുമ്പ് കണ്ടിരുന്ന സിനിമയെ എത്രമാത്രം ശ്രദ്ധയോടുകൂടി ആ ബിസിനസ് നടത്തണമെന്ന് അറിഞ്ഞ് വളരെ ആലോചിച്ച് മാത്രം ഫിലിം ഷൂട്ട് ചെയ്തിരുന്ന ആൾക്കാരുടെ ഒരു ലോകത്തു നിന്നാണ് ആ ഒരു കാലം നമുക്ക് ഉണ്ടായിരുന്നു. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് പ്രിയദർശനെ പോലുള്ള, അദ്ദേഹം മാത്രമല്ല അദ്ദേഹത്തെ പോലുള്ള അക്കാലത്തെ സംവിധായകർ. അവർക്ക് ലെജൻഡ്. ഇപ്പോൾ 97 സിനിമ കഴിഞ്ഞ് 98ാമത്തെ സിനിമയുടെ തിരക്കഥയുടെ തിരക്കിലാണ് പ്രിയദർശൻ. ഇനി അങ്ങോട്ടുള്ള കാലത്ത് എനിക്കറിയില്ല എത്ര പേരുണ്ടാവും, ഈ 100 സിനിമ ചെയ്യുന്ന ആൾ എത്ര പേരുണ്ടാവും എന്നറിയില്ല. അദ്ദേഹത്തിൻ്റെ സിനിമയെക്കുറിച്ചൊക്കെയുള്ള അഭിപ്രായങ്ങളൊക്കെ വേറെ. നമുക്കെല്ലാവർക്കും എല്ലാ സിനിമകളെക്കുറിച്ചും അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, നമുക്കെല്ലാവർക്കും നമ്മുടെ ലാംഗ്വേജ് ഉണ്ട്, നമുക്കെല്ലാവരും പറയാം. പക്ഷേ അതിനപ്പുറത്തേക്ക് നമ്മൾ ആലോചിക്കേണ്ടത് ക്യാമറമാൻ മാത്രം വീഡിയോയിൽ വ്യൂ ഫൈൻഡറിൽ കൂടി വിഷ്വൽ അദ്ദേഹം മാത്രം കണ്ടിരുന്നൊരു കാലമുണ്ട്. ഇന്നിപ്പോൾ വീഡിയോ സിസ്റ്റം ഉണ്ട്, അതിൽ പോകുന്ന എല്ലാവർക്കും അദ്ദേഹം കുറച്ചും കൂടി നീക്കാം, ആ കസേരയുടെ മുകളിലിരിക്കുന്ന കപ്പ് കുറച്ചും കൂടി നീക്കി വയ്ക്കാമെന്ന് എല്ലാവർക്കും അഭിപ്രായം പറയാവുന്നൊരു കാലമാണ് ഇപ്പോൾ. എല്ലാവർക്കും അഭിപ്രായം പറയാം. ഒരു സമയത്ത് ക്യാമറമാൻ മാത്രമാണ് വീഡിയോ കണ്ടിരുന്നത്, ഫിലിം കണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പ്രസാദ് ലാബിൻ്റെയൊക്കെ പുറത്ത് നമ്മൾ വെയിറ്റ് ചെയ്യുമ്പോൾ കാണാറുണ്ട്, പെട്ടെന്ന് ലാബ് അലേർട്ടാവുന്നതും സെക്യൂരിറ്റിയൊക്കെ അലേർട്ടാവുന്നതും അവിടെ ഫാനൊക്കെ ഓൺ ചെയ്തിരുന്നതും അവിടെ സോഫ സെറ്റിയൊക്കെ സെറ്റ് ചെയ്ത് വയ്ക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. വെച്ചാൽ അങ്ങോട്ട് PC ശ്രീറാം സാറോ അല്ലെങ്കിൽ അന്നത്തെ ബാലു മഹേന്ദ്ര സാറോ സന്തോഷ് ശിവൻ സാറോ ഒക്കെ അങ്ങോട്ട് വരുന്നതിന് മുമ്പുള്ള മുന്നൊരുക്കങ്ങളാണ്. ഒരു സ്റ്റുഡിയോയിലേക്ക് ഒരു സിനിമാറ്റോഗ്രാഫർ കയറി വരുമ്പം അവരെ സ്വീകരിക്കുന്നത് കണ്ട. കാരണം അവർക്ക് അത്രയും വാല്യൂ ഉണ്ട്. അവരുടെ 1 മാസം 2 മാസം കഴിഞ്ഞിട്ടാണ് ഈ ഫിലിം പ്രിൻ്റ് അവർ കാണുന്നത്. അത് ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള ആളാണ്. അപ്പോൾ അത്രയും ഗൗരവമായി തന്നെ കാണുന്ന ഒരു കാലത്ത് വലിയ ഗംഭീര സിനിമകൾ ഉണ്ടായിരുന്നു, ക്ലാസിക്സ് ഉണ്ടായിരുന്നു. ഇന്നും ധാരാളം സിനിമകൾ ഉണ്ടാവുന്നുണ്ട്. അന്ന് 28 or 20 സിനിമകൾ ഉണ്ടായിരുന്ന കാലത്ത് ഇപ്പോൾ തന്നെ ഏതാണ്ട് 96 സിനിമകൾ ഇപ്പോൾ ഈ 6 മാസം കൊണ്ട് മലയാളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞു. ഇനി വരുന്ന ഒരു 6 മാസം കൊണ്ട് ഇനിയും ഇറങ്ങും ഒരു 100 സിനിമകൾ. അപ്പോൾ ദാറ്റ്സ് വാട്ട്. അതാണ് ഞാൻ കാണുന്ന പുതിയ സിനിമയുടെ ആൾക്കാരോട് എനിക്ക് അഭിനയിക്കാൻ. ഞാനൊരു സിനിമയെ സംവിധാനം ചെയ്യുള്ളൂ, എങ്കിലും പുതിയ ധാരാളം സിനിമാക്കാരുടെ ഒപ്പം അഭിനയിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്ന ഒന്നാണ് ആ ഒരു വ്യത്യാസമാണ്. പ്രിയദർശൻ്റെ സ്കൂളിനെ പറ്റി പറഞ്ഞുകൊണ്ട് ഇത്രയും വലുതായിട്ട് വേണം പറയാം. ഓക്കെ, അല്ല ഞാൻ ആക്ച്വലി ഇതിൻ്റെ അടുത്ത ക്വസ്റ്റ്യനായിട്ട് ഞാൻ സാറിനോട് ചോദിക്കാൻ വരുമായിരുന്നു. അതായത് ഇപ്പോൾ ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറഞ്ഞ ഒരു സാധനം, അല്ലെങ്കിൽ ന്യൂ ജനറേഷൻ സിനിമകൾ എന്ന് പറഞ്ഞ ഒരു സെറ്റ് ഓഫ് സിനിമകളുണ്ട്. ഒരു സെറ്റ് ഓഫ് സിനിമകൾ എന്നല്ല, ന്യൂ ജനറേഷൻ സിനിമകളും ഇറങ്ങുന്ന കാലമാണിത്. അപ്പോൾ സാർ 2016 അഭിനയിച്ച് തുടങ്ങിയത്. അപ്പോൾ ഈ പുതിയ ജനറേഷനിലുള്ള ആൾക്കാരുമായിട്ടൊക്കെ അഭിനയിക്കാനും അവരുടെ കൂടെ വർക്ക് ചെയ്യാനും ഉള്ള ഒരു സ്പേസ് കിട്ടി. ആൻഡ് അലോങ് സൈഡ് ഈ ഇൻഡസ്ട്രിയിൽ വന്ന് തുടങ്ങിയിട്ട് കുറേ വർഷങ്ങളും ആവുന്നു. അപ്പോൾ ടെക്നിക്കലി ഉള്ള ഡിഫറൻസസ് ഇപ്പോൾ പറഞ്ഞു. ക്രിയേറ്റീവ്ലി എന്തെങ്കിലും അല്ല, ക്രിയേറ്റീവ്ലി ഡിഫറൻസസ് തോന്നിയിട്ടുണ്ട്. അതായത് ഇപ്പം ശ്രീനിവാസൻ സാറൊക്കെ രാവിലെ വന്നിരുന്ന സ്ക്രിപ്റ്റ് ചിലപ്പോൾ എഴുതി കംപ്ലീറ്റ് ചെയ്യും എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. സോ ക്രിയേറ്റീവ്ലി ഇപ്പോൾ വർക്ക് ചെയ്യുമ്പം എന്തെങ്കിലും ഡിഫറൻസസ് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ടല്ലോ. അത് നമ്മൾ സിനിമകൾ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ. സിനിമകൾ കാണുമ്പോൾ ഇപ്പോൾ അന്നത്തെ സിനിമകളിൽ പല സിനിമകളുടെയും ഹ്യൂമർ നമ്മുടെ ഇപ്പം എൻ്റെ മോനൊക്കെ ഇരുന്ന് കാണുമ്പോൾ എന്തെന്ന് വെച്ചാൽ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ പഴയ അന്നത്തെ സിനിമകളാണ്. എന്നാൽ അന്നത്തെ സിനിമകളിൽ എൻജോയ് ചെയ്യുന്ന സിനിമകളും ഉണ്ട്. എല്ലാ കാലത്തും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സിനിമകളുണ്ട്. അപ്പോൾ അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഡിഫറൻസ്. നമ്മളതിനെക്കുറിച്ച് സ്പെസിഫിക് ആയിട്ട് പറയണമെങ്കിൽ സിനിമ മറ്റെല്ലാ മേഖലകളും പോലെയാണ് സിനിമയും മാറി. സിനിമ മാറുമ്പോൾ സിനിമയ്ക്ക് മുമ്പ് സിനിമയല്ലാതെ നമുക്ക് ജീവിതമുണ്ട്. ഇവിടെ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ മാറി. ഈ IT വന്നപ്പോഴേക്കും ലോകം മുഴുവൻ, ഞാൻ പറഞ്ഞല്ലോ, സിനിമ മാത്രമല്ലാതെ മറ്റു പല സിനിമയൊക്കെ ഏറ്റവും ഒടുവിലെ കാര്യമല്ലേ. ഇപ്പോൾ കോവിഡൊക്കെ വന്നപ്പോൾ ഏറ്റവും ഒടുവിലാണ് തിയേറ്ററുകൾ തുറന്നത്. അപ്പോൾ സിനിമയ്ക്ക് അപ്പുറത്തേക്ക് ജീവിതത്തിൻ്റെ തിരക്ക് മാറി, നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറി, നമ്മളുടെ പേഴ്സണൽ റിലേഷൻഷിപ്സിൻ്റെ കൺസെപ്റ്റുകൾ മാറി, ലിവിങ് ടുഗദർ റിലേഷൻഷിപ്പിനെ കുറിച്ച് നമ്മൾ സംസാരിക്കാറായി. നമ്മൾ എല്ലാം മാറി, നമ്മുടെ എല്ലാ കാഴ്ചപ്പാടും മാറി. അതിൻ്റെ എല്ലാം പ്രതിഫലനമാണല്ലോ നമ്മുടെ ക്രിയേറ്റീവായിട്ടുള്ള
ആയിട്ടുള്ള സ്പേസ്. നമ്മളതാണല്ലോ പിന്നീട് വേറെ രീതിയിൽ വ്യാഖ്യാനിച്ച് സിനിമയിലേക്കോ മറ്റേതെങ്കിലും പരിപാടിയിലേക്ക് മാറുന്നത്. അപ്പോൾ അതിൻ്റെ മാറ്റങ്ങൾ സിനിമയിലുണ്ട്. ഇപ്പോഴത്തെ സിനിമകൾ തിരഞ്ഞെടുക്കുന്നിടത്തും നമുക്ക് വളരെ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പം ഏറ്റവും പുതിയതായിട്ട് റിലീസായ RDX നമ്മൾ കണ്ടു, കിങ് ഓഫ് കോത്ത് നമ്മൾ കണ്ടു, തൊട്ടുപുറത്ത് റിലീസായ ജയിലർ നമ്മൾ കണ്ടു, ജവാനും നമ്മൾ കണ്ടു. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാവുന്നുണ്ടല്ലോ ഭയങ്കരമായി മാറിയിട്ടുണ്ട് സിനിമ. പിന്നെ ഇതിൻ്റെ ഒരു ബിസിനസ് സാധ്യതകൾ മാറി. അപ്പം ശരിക്കും ഇതിൻ്റെ ക്രിയേറ്റീവ് സ്പേസിന് ക്രിയേറ്റീവ് സൈഡിലെ മാറ്റങ്ങളെ കുറിച്ചാണ് ചോദിച്ചെങ്കിൽ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, ഞാനിതിനെ ബിസിനസ്സായിട്ട് തന്നെ കാണുന്ന ആളാണ്. അതാണ് സത്യം എന്നുള്ളതുകൊണ്ട്. പക്ഷേ അവിടെ നമുക്ക് വളരെ കൃത്യമായിട്ടൊരു കാര്യം പറഞ്ഞു വെക്കാൻ പറ്റാന്നുള്ളതാണ്. അൾട്ടിമേറ്റ്ലി ഇത് ബിസിനസ്സാണ്. അപ്പോൾ മുൻപുള്ളതിനേക്കാൾ കൂടുതൽ ഇതിൻ്റെ ബിസിനസ്സിൻ്റെ സാധ്യത ഇപ്പോൾ OTT പ്ലാറ്റ്ഫോമൊക്കെ വന്നപ്പോഴേക്കും മാറി. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഒരു സിനിമ മുൻപ് റിലീസാകുമ്പോൾ താളവട്ടം എന്ന സിനിമ കേരളത്തിൽ മൊത്തം റിലീസായി 15 തിയേറ്ററിലാണ്. ഇന്നിപ്പോൾ ലാൽ സാറിൻ്റെ ഒരു സിനിമ ഇറങ്ങുമ്പോൾ 3000 പ്രിൻ്റാണ്. ഓക്കെ, രജനീകാന്തിൻ്റെ സിനിമ ഇറങ്ങുമ്പോൾ 6000 പ്രിൻ്റാണ്. 5 ദിവസം കൊണ്ട് ജവാൻ കളക്ട് ചെയ്ത് 240 കോടിയാണ്. അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മുടെ സിനിമ മാറി. നമ്മുടെ സിനിമയ്ക്ക് മാർവൽ ഫിലിംസൊക്കെ ആയിട്ടാണ് നമ്മളുടെ ഫിലിം ഇപ്പോൾ മാച്ച് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ സിനിമ കോമ്പറ്റ് ചെയ്യാൻ പോകുന്നത് മാർവൽ ഫിലിംസും ഒക്കെ ആയിട്ട്. അപ്പം തിയേറ്ററിക്കൽ എക്സ്പീരിയൻസിന് വേണ്ടി തന്നെ തിയേറ്ററിലേക്ക് ജനങ്ങൾ പോകുന്നൊരു കാലം ഇപ്പോൾ തന്നെ ആയി കഴിഞ്ഞു. നമ്മളൊക്കെ ഇപ്പോൾ OTTയിലും വളരെ മോശമാണ്, നമ്മൾ ഈ ടെലഗ്രാമിലൊക്കെയാണ് സിനിമ ആൾക്കാർ കാണുന്നത്. അപ്പോൾ നമുക്ക് ഒരിക്കലും ജനങ്ങളോട് അങ്ങനെ കാണരുതെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ തിയേറ്ററിക്കൽ എക്സ്പീരിയൻസിന് വേണ്ടി തന്നെ സിനിമ ഉണ്ടാക്കേണ്ടത് ജനങ്ങളുടെ പ്രധാന കൺസേൺ സിനിമയല്ല. അങ്ങനെ നമ്മൾ തിരിച്ചറിയാനേ പാടില്ല. അവർക്ക് വേറെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. അതിനുശേഷം മാസത്തിലൊരിക്കലാണ് ഒരു സിനിമ തിയേറ്ററിലേക്ക് വരുന്നത്. അപ്പോൾ അവരെ തിയേറ്ററിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള സിനിമയുടെ മാറ്റം വളരെ ഗംഭീരമായിട്ടുണ്ടായിട്ടുണ്ട്. അത് ടെക്നിക്കലി നമുക്ക് കിട്ടിയിട്ടുള്ള സാധ്യതകൾ ഉപയോഗപ്പെടുത്തുന്നതുകൊണ്ടാണ് അങ്ങനെ കഴിയുന്നത്. അതേ സമയത്ത് തന്നെ ഈ പറയുന്ന പോലെ ക്രിസ്റ്റഫർ നോളനെ പോലുള്ള ആളും മറ്റേ ടെറന്റിനോയുടെയും ഒരു സിനിമ അദ്ദേഹം ഫിലിമിൽ ഷൂട്ട് ചെയ്തെന്ന് പറഞ്ഞു. അപ്പോൾ ആ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഗ്രാമസങ്കല്പങ്ങൾ, നഗരസങ്കല്പങ്ങൾ, ഞാൻ പറഞ്ഞല്ലോ റിലേഷൻഷിപ്സിൻ്റെ കാര്യങ്ങൾ, ഇതൊക്കെ മാറി. നമ്മളിപ്പോൾ വളരെ ബോൾഡായിട്ട് കാര്യങ്ങൾ തുറന്നു പറയുന്ന ഒരു ലോകത്താണ് ജീവിക്കുന്നത്, അല്ലേ? അതിനെക്കുറിച്ച് ഇപ്പം മ്യൂസിക്കലായിട്ടൊരു സിനിമ പറയണമെങ്കിൽ മ്യൂസിക്കിൽ മാത്രം ഇപ്പം നമ്മുടെ ഈ സിനിമയിൽ 5 പാട്ടുകളുണ്ട്. നമ്മൾ വളരെ ധൈര്യപൂർവ്വമാണ് 5 പാട്ടുണ്ടെന്ന് പറയുന്നത്. ഡയറക്ടർ ഇപ്പം സംസാരിക്കുമ്പോൾ അദ്ദേഹം 5 പാട്ടുണ്ടെന്ന് പറയുന്നത്. അപ്പോൾ നമുക്കെപ്പോഴും അത്തരത്തിലുള്ള ചില പരിപാടികൾ നമ്മളിപ്പോഴും മാറിയിട്ടില്ല, ഇല്ലേ? അവിടേക്കാണ് നമ്മൾ ചിലപ്പോൾ ഒരുപക്ഷെ നമ്മുടെ സ്പേസ് ഉണ്ടാവുക. പഴയതിനെയും പുതിയതിനെയും നമ്മൾ ബ്രിഡ്ജ് ചെയ്യാനായിട്ട് നമ്മൾ ഒരുപക്ഷെ ഉപയോഗിക്കുക. അപ്പോൾ സിനിമയിൽ പാട്ടുകളില്ലാത്ത സിനിമകൾ ഇറങ്ങുന്നുണ്ട്. സിനിമയിൽ പാട്ട് നിർബന്ധമല്ല. അതൊക്കെ മാറ്റങ്ങളാണ്. സിനിമയിൽ പാട്ട് നിർബന്ധമല്ല. ചിലപ്പോൾ ഒരു ഒരു മ്യൂസിക്, ഒരു തീം മ്യൂസിക് മാത്രം വെച്ചിട്ട് നടക്കുന്ന സിനിമകളുണ്ട്. ആ സിനിമയിൽ ചിലപ്പോൾ ഒരു പാട്ടിൻ്റെ ആവശ്യമില്ല. മറിച്ച് ഒരു കാലത്ത് അങ്ങനെ ആയിരുന്നില്ല. സിനിമയിൽ 6, 7, 10, 12 പാട്ടുള്ള സിനിമകൾ ഇറങ്ങിയിട്ടുണ്ടല്ലോ മലയാളത്തിൽ. അതൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം. അത് വളരെ പോസിറ്റീവായിട്ടാണ് ഞാൻ കാണുന്നത്. സോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് എന്താണ് നമ്മുടെ ഓഡിയൻസിനോട് പറയാനുള്ളത്? ഒരു വട്ടം കൂടി സിനിമയുടെ വിശേഷം. ഞാൻ ആദ്യം പറഞ്ഞ തന്നെ പറയാം. ഞാനിപ്പോഴും എൻ്റെ സ്കൂളിൽ എൻ്റെ 5ാം ക്ലാസ്സിൽ വരെ പഠിച്ച 5ാം ക്ലാസ് വരെ പഠിച്ചിട്ട് ഞാൻ വേറെ സ്കൂളിലേക്കാണ് പോയത്. 5ാം ക്ലാസ്സിൽ വരെ പഠിച്ച എൻ്റെ കൂട്ടുകാരെ ആയിട്ട് മിനിഞ്ഞാന്ന് അതിലൊരാളുടെ മകളുടെ വിവാഹത്തിന് ഞങ്ങളെല്ലാവരും ചേർന്ന് 28 പേര് ചേർന്ന് ആണ് കോഴിക്കോട്ട് പോയി ഒരു ചടങ്ങ് കൂടിയിട്ട് വന്നത്. അപ്പോൾ ഇപ്പോഴും അതിന് കഴിയുന്നുവെങ്കിൽ, ഇപ്പോഴും നമുക്ക് സാധിക്കുന്നുവെങ്കിൽ അത് അവിടെയാണ് ഞങ്ങളുടെ ഈ സിനിമയുടെ സെല്ലിംഗ് പോയിന്റ്. അപ്പോൾ ഒരു വട്ടം കൂടി എന്ന് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. ഒരു വട്ടം കൂടി നമുക്ക് ജലജ എന്ന് കാണാമായിരുന്നു എന്ന് തോന്നാം. നമുക്ക് മറ്റവൻ്റെ കൂടെ ഒന്ന് പോയി ചൂണ്ടയിടായിരുന്നു എന്ന് തോന്നാം. അല്ലെങ്കിൽ നമുക്ക് ആ ക്യാമ്പസിൽ കൂടെ നമുക്കല്ലോ കൂടെ നമുക്ക് കൊറോണയുടെ കൂടെ ക്യാമ്പസിൽ നമുക്ക് നടക്കാം. സാബുക്ക് ഒന്ന് ക്രിക്കറ്റ് കളിക്കായിരുന്നു. സബു പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യനൊക്കെ ആയിരുന്നു, പഞ്ചഗുസ്തി ചാമ്പ്യനൊക്കെ ആയിരുന്നു. അപ്പോൾ ഞങ്ങളിപ്പോൾ അവിടെ പോയി പഞ്ചഗുസ്തി ചെയ്യാൻ പറ്റില്ല, പക്ഷേ ഞങ്ങൾക്ക് അതുവഴിക്ക് നടക്കാം എന്ന് നമുക്ക് ആഗ്രഹം തോന്നാറുണ്ട്. അതിനെ പിന്നെ അതൊരു ഞാൻ പറയുന്നതിൻ്റെ പെരിഫറീസാണ്. അതിനെ എത്രമാത്രം ആഴത്തിൽ വേണമെങ്കിൽ നമുക്ക് ആ ഒരു കൺസെപ്റ്റിനെ നമുക്കൊരു സെല്ലിംഗ് പോയിൻ്റ് ആക്കിക്കൊണ്ട് നമുക്ക് അതിൻ്റെ കഥകൾ എത്ര വേണേൽ പറയാം. അതിനുള്ളൊരു ശ്രമമാണ് ഈ സിനിമയിൽ നടന്നിട്ടുള്ളത്. ഒരു വളരെ കൃത്യമായ ഒരു ഇമോഷണൽ ട്രാക്ക് ഈ സിനിമയ്ക്കുണ്ട്. ഈ സിനിമയിലെ പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടർ കൈകാര്യം ചെയ്യുന്നത് സിബിയാണ്, സിബി തോമസ്. സിബി ഇപ്പോൾ ധാരാളം സിനിമകളിലുണ്ട്, തിരക്കഥാകൃത്താണ്. ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു അടുത്ത തന്നെ ചിലപ്പോൾ സിബി സിനിമ സംവിധാനം ചെയ്യും. ശരിക്കും സിബി ആഗ്രഹിച്ചിരുന്ന സംവിധായകനാവാനാണ്. ഞാനും സാബുവും സിബിയൊക്കെ ഒരുമിച്ചാണ് പൂനെ ഫിലിംസിലേക്ക് എൻട്രൻസ് ചെയ്തത്. സിബി ഏതൊരു സാഹചര്യത്തിൽ പോലീസുകാരനായി പോയി, സാബു സിനിമോഗ്രാഫറായി. ഞാൻ ഇവരൊക്കെ തിരിച്ചു വരുമ്പോൾ സാബുവിനെയും രാജീവിനെയും സജനെയൊക്കെ വെല്ലുവിളിച്ചു, നീയൊക്കെ വരും, പക്ഷേ ക്യാമറ ഓൺ ചെയ്യണമെങ്കിൽ ഞാൻ പറയും എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ സംവിധാന സഹായമായി. അങ്ങനെയൊക്കെയുള്ള രസമുള്ള ഓർമ്മകളൊക്കെ ഉണ്ട്. അപ്പോൾ സിബി ഈ സിനിമ കണ്ട ആളാണ് സിബി. അങ്ങനെ സിബിയെ പോലുള്ള ആൾക്കാർ പോലും ഈ സിനിമ രണ്ടാമത് വീണ്ടും, എനിക്ക് ഈ സിനിമ മുഴുവൻ വർക്കിന് വേണ്ടി കാണാൻ പറ്റിയിട്ടില്ല. അപ്പോൾ പലരും എന്നോട് പറഞ്ഞത്, ശ്രീകാന്ത് ഞങ്ങളത് കണ്ടു, ഞങ്ങൾ ഈ സിനിമയിൽ പ്രവർത്തിച്ചവരാണ്, പക്ഷേ നമുക്ക് പെട്ടെന്ന് വല്ലാതെ നമുക്കത്
ഫീൽ ചെയ്തു എന്ന് പറഞ്ഞു. ഈ ഫീലിംഗ് ആണ് ഒരു സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. നമ്മൾ എവിടെയെങ്കിലും നമുക്കൊന്ന് റിലേറ്റ് ചെയ്താൽ നമ്മുടെ കൂടെ ആ സിനിമ പോരും. ആ ഒരു എലമെൻറ്റ് ഈ സിനിമയിലുണ്ടാവും. ആ എലമെൻ്റ് ഉണ്ട് എന്നുള്ള വിശ്വാസം നമുക്കുള്ളതുകൊണ്ട് തിയേറ്ററിൽ ഈ സിനിമ പോയി കാണുന്നവർക്ക് എല്ലാവർക്കും എടുത്തുകൊണ്ട് വീട്ടിലേക്ക് പോകാനായിട്ടൊരു എലമെൻ്റ് ഉണ്ടാവും. തീർച്ചയായിട്ടും ഉണ്ടാവും. അതെനിക്ക് ഉറപ്പ് തരാൻ പറ്റും. ഓക്കെ ഓക്കെ. സോ താങ്ക് യു സോ മച്ച്. ഇനിയും കാണാം. ഒരു വട്ടം കൂടി സാബു ജെയിംസിൻ്റെ സിനിമ, ഞങ്ങളുടെ കൂട്ടായ്മയുടെ സിനിമ, സിനിമാറ്റോഗ്രാഫറും പിന്നീട് സംവിധായകനുമായ സാബുവിൻ്റെ തിയേറ്ററിൽ റിലീസാവുന്ന ഒന്നാമത്തെ സിനിമ, ഞങ്ങളുടെ കൂട്ടായ്മയുടെ സിനിമ, വലിയ താരപ്പൊലിമയൊന്നുമില്ലാതെ വളരെ സാധുവായി പറഞ്ഞു പോകുന്ന നല്ലൊരു സിനിമ. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണുക, ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. താങ്ക് യു.